ഹായ്. അതെ, നമുക്ക് അപ്പത്തിന്റെ കൂടെയും റൈസിന്റെ കൂടെയും ബ്രെഡിന്റെ കൂടെയൊക്കെ പോകുന്ന അടിപൊളി സ്റ്റൂ നോക്കിയാലോ? വെറും സ്റ്റൂ അല്ല, ചിക്കൻ സ്റ്റൂ. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു കുക്കർ വെച്ച് കൊടുക്കാം. ഞാൻ ഇവിടെ വെജീസാ എടുത്തിരിക്കുന്നത്. ക്യാരറ്റും ഉരുളക്കിഴങ്ങും മാത്രാട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാട്ടോ. പിന്നെ അതിന് ശേഷം നമുക്ക് അതിലോട്ട് ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പും അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത ശേഷം നമുക്ക് രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് ഒരു 2 വിസിൽ നമുക്ക് ഇത് വേവിച്ചെടുക്കാം. നമുക്കിനി ഇത് തുറന്ന് നോക്കിക്കാം. ആദ്യം ഇതിന്റെ പുകയൊക്കെ ഒന്ന് പോട്ടെ. ഇനി നമുക്കൊന്ന് വെന്തോന്ന് നോക്കാം. ഇതിപ്പോ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കടായി വെച്ച് കൊടുക്കാം. കടായി നന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും അതേപോലെ തന്നെ കറിവേപ്പിലയും 2 പച്ചമുളകും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതെ, ഇതേപോലത്തെ സിമ്പിൾ ആൻഡ് വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പീസ് വേണ്ടവര് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. നമുക്ക് ഇനി ഇതിലോട്ട് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള സബോളയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഒരുപാട് കളർ ചേഞ്ച് ആവുകയൊന്നും ഭയങ്കര ബ്രൗൺ ആവുകയൊന്നും വേണ്ട. ലൈറ്റ് ബ്രൗൺ കളർ ആയാൽ മതി ട്ടോ. ഇനി ഇതിലോട്ട് നമുക്ക് ലൈറ്റ് ബ്രൗൺ ആയി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് ചിക്കൻ മസാലയും പെരുംജീരകവും പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ആ പച്ചമണം മാറണ വരെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതെ, അടുത്ത റെസിപ്പി എന്താ വേണ്ടതെന്നും കൂടെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് അതിലോട്ട് ചിക്കനും വെജീസും ഒക്കെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഈ പാല് നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം. അതിനുശേഷം ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിലോട്ട് ഉപ്പ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുത്താൽ അധികം വേവിക്കാനൊന്നും പാടില്ല, തിളപ്പിക്കാൻ പാടില്ല. നമുക്ക് ഒന്നാം പാൽ ആഡ് ചെയ്ത് കൊടുത്തതും സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് തൂവി കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കില്ലേ?